ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസ് എന്ന നിലയിൽ അമേരിക്കയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുകയായിരുന്നു. സമീപകാലത്ത് ഈ സ്വാധീനം ഏറ്റവും വ്യക്തമായി കണ്ട ഒരു മേഖലയാണ് റഷ്യ-ഉക്രൈൻ സംഘർഷം. ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികളുടെയും നീക്കങ്ങളാണ് 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിന് പ്രധാന കാരണം. റഷ്യ നിലവിൽ യുദ്ധം ചെയ്യുന്നത് ഉക്രൈനുമായി മാത്രമല്ല, നാറ്റോ സഖ്യകക്ഷികളോട് കൂടിയാണ്. കാരണം ഉക്രൈൻ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. കൂടാതെ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളും യുദ്ധമുഖത്തുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നിട്ടും റഷ്യ ഇതുവരെ ഉക്രൈനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയുള്ള ആക്രമണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ഉക്രൈന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും റഷ്യയുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ജൂതനായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വകതിരിവില്ലാത്ത തീരുമാനങ്ങളാണ് രാജ്യത്തെ ഈ ദുരവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.